guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ അടിപൊളി ചാലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. Eating only biryani for 24 hours. അപ്പോൾ ഇന്ന് മുഴുവൻ നമ്മൾ കഴിക്കാൻ പോകുന്നത് ബിരിയാണി മാത്രമായിരിക്കും. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ബിരിയാണി ഒക്കെ കഴിക്കാൻ. പക്ഷെ കുറച്ച് ഇനി എന്താവും യാതൊരു ഐഡിയ. നമുക്ക് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ കഴിക്കാനുള്ളത് ബിരിയാണി മാത്രമാണ്. പക്ഷേ രാവിലെ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് അവിടുന്ന് ബിരിയാണി കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാതെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് ബിരിയാണി കഞ്ഞിയാവുന്ന യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബിരിയാണി നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നല്ല അടിപൊളി ബിരിയാണി വാങ്ങിച്ചു കഴിക്കാം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തുടങ്ങിയാലുള്ള ഒരു 11-11:30 നമുക്ക് തീർന്ന് കിട്ടും. ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഞങ്ങൾക്ക് സംശയമാണ്. കാര്യം കുക്കർ ബിരിയാണി ഞങ്ങൾ തീരെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവരുടെ കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാൻ. പക്ഷെ ഇത് വെന്ത് പോവാന്നുള്ളതാണ് ഒരു സംശയം. കാരണം കുക്കറിൽ കഴിക്കുന്ന സമയത്ത് അരിന്റെ വേവ് വേറെയാണ്, ചിക്കന്റെ വേവ് വേറെയാണ്. എല്ലാം കൂടെ എന്താവുന്നത് ഞങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ് ഇനി അടുത്ത വെളുത്തുള്ളി വന്നിരിക്കും. ഞങ്ങൾ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് പണിയെടുത്തതോട് പെട്ടെന്ന് പണികളൊക്കെ തീരുന്നുണ്ട്. കഴിച്ചത് ഇവിടെ വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ട്, ഉള്ളി നന്നാക്കിയിട്ടുണ്ട്, ഷാവ ഇവിടെ ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാം ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 11 മണിക്കോ ചോറ് തിന്നാൻ പറ്റില്ല. അപ്പൊ ലഞ്ചിന്റെ സമയത്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ മൊത്തത്തിൽ താളം പറ്റും. ഗൈസ് നമ്മൾ ബിരിയാണിയിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഗൈസ് ഞാൻ ബിരിയാണിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതേവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മല്ലിയില പുതിനയും കൂടെ കഴുകാൻ പോവാണ്. ഞാനിവിടെ ബിരിയാണിക്കുള്ള ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുക. അവളവിടെ സവാള ഇടിക്ക് ഇവിടെ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി നമ്മൾ എടുത്ത് വെച്ച് എന്തിനാച്ചാല് ബിസ്താക്കാനാട്ടോ. അതായത് മുരിഞ്ഞ ഉള്ളി ഉണ്ടാവില്ലേ ബിരിയാണിന്റെ മുകളിൽ, അതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഞാൻ ഗൈസ് ബിരിയാണിന്റെ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓയിലും വെളിച്ചെണ്ണല്ല ഓയിലും നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് നമുക്ക് കാഷ്യും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. സമയം ബ്രേക്ക്ഫാസ്റ്റ് ആണ്, വേഗം കറക്റ്റ് ദിവസം തന്നെ ഇവിടെ ഗ്യാസും തീർന്നു. അതാണ് കേസ് ഞങ്ങൾ ഇൻഡക്ഷനിലാക്കുന്നത്. ഞങ്ങൾ വിശന്നിട്ട് പോയി. ഇനിയിപ്പോ എപ്പോഴാവുന്നതാണ് എല്ലാരും എനർജിയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത്. വേഗം വേഗം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇനി ഗൈസ് നമ്മളിതേ ഈ ഉള്ളിയിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട പേസ്റ്റ് ഇടാണ്. ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക ഗൈസ്. എന്താവോ എന്തോ നല്ല വിശക്കുന്നുണ്ടെങ്കിൽ മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? അടിപൊളി സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ് വീണ്ടും വീണ്ടും പറയാണ്, ഇതൊരു പരീക്ഷണമാണ്. എന്താവും അറിയില്ല, പക്ഷെ എന്താണെങ്കിലും ഞങ്ങൾ കഴിക്കും. ഇനി ഗൈസ് നമുക്ക് ഇതിലേക്ക് കേർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അടുക്കള മൊത്തം ബിരിയാണികളാണ്. നമ്മളിത് 5 മിനിറ്റ് ഒന്ന് ചിക്കൻ വേവിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ വേവിക്കലില്ല. ഈ ചിക്കൻ ഇട്ട് അതിന്റെ മുകളിൽ അരി ഇടലാണ്. പക്ഷെ ഞങ്ങൾക്ക് വേവുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി വരണേ. ശ്രീ അവിടെ പ്രാർത്ഥനയാണല്ലോ, കുഴപ്പമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രസമുണ്ട് അല്ലേ? കാണാൻ നല്ല രസമുണ്ട്. ഇത് ശരിക്കും ആ മസാലേന്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ അരി ആവുന്നത് ഹൈദരാബാദി ബിരിയാണി അതേപോലെയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ എന്താവും നമുക്ക് നോക്കാം. കറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ഷാമി ചെറുനാരങ്ങ ഒഴിക്കാം. കുക്കറിൽ കൊള്ളൂലേ? ഇനി ഗൈസ് നമുക്ക് ഇതിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഗൈസ് നമുക്കിത് മൂടി വെക്കാം. എല്ലാം ഇനി ഭാഗ്യം, എല്ലാം മംഗളമായി വരണ്ടേ. ഇനി ഇതൊരു 2 വിസിൽ അടിക്കണം. എന്നിട്ട് നമുക്കറിയാം നമ്മുടെ ബിരിയാണി സക്സസ് ആവും ഫ്ലോപ്പ് ആവുമെന്ന്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇത് 2 വിസിലും അടിച്ച് പിന്നെ ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ അടച്ചു വെച്ചാണ്, തുറന്നിട്ടില്ല. ഈ ദമ്മിടാന്ന് പറയില്ല അതേപോലെ. അപ്പൊ നമുക്ക് തുറക്കാം. ഞാനിപ്പൊ തുറക്കും. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. നല്ല മസാലയൊക്കെ ആയിട്ട് ആ ചോറിൽ തന്നെ മസാലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. നല്ല സ്മെല്ലും ഉണ്ട്. ഹായ്
കുറച്ച് ബിന്ദു പോയോ എന്നൊരു സംശയം. പക്ഷെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നേരം അങ്ങനെ എന്താ കാറ്റ് കൊള്ളാൻ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റെഡിയോ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കർ ബിരിയാണി. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ടില്ല, അത് നമുക്ക് പ്ലേറ്റിലേക്കൊക്കെ എടുത്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സാലഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. നല്ല അടിപൊളി സ്മെല്ലാണ് കഴിച്ച്. എനിക്ക് പെട്ടെന്ന് കഴിക്കണം. എല്ലാവരും വാങ്ങോ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 4 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഭയങ്കര കൊതിയാവുണ്ട് സ്മെല്ല് അടിച്ചിട്ട്. വേഗം എടുക്ക് തന്നതാ. നല്ല ചൂടാണ് പക്ഷെ എന്നാലും ഞങ്ങള് കഴിക്കും. ഒന്ന് കഴിച്ചു നോക്കട്ടെ. എടോ അടിപൊളി നല്ല രസമുണ്ട്. ചോറത്തിന് വെന്ത് വേണ്ട പക്ഷെ ചൂടോടെ. പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞാൽ റെഡിയാവും. തണുത്ത് കഴിഞ്ഞാൽ റെഡിയാവും. ചൂടോടെ കഴിച്ചാൽ നല്ല രസം കേട്ടോ. എനിക്ക് നമ്മളെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. താവം തിന്നോക്ക്. നല്ല ടേസ്റ്റ് ചെയ്തത് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ബിരിയാണി വെക്കുന്നതിന് സമയം കുറച്ച് മതി. സമയം കുറച്ച് മതി. പിന്നെ ഓഫീസിൽ കൊണ്ടുപോവാ, സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. നല്ലോണം ഇങ്ങനെ ആ സാലഡും കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ അടിപൊളി. ഒന്നാമത് നല്ല വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ബിരിയാണി കണ്ടില്ലേ? ഇത് മൊത്തത്തില് മസാല ഉണ്ട്, അതിന്റെ കൂടെ ചിക്കൻ ചോറിലേക്ക് ആ ഫ്ലേവർ ഇറങ്ങി നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ചിക്കനും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ചോറ് എടുക്കുക, കുറച്ചുള്ളി വേണമെങ്കിൽ എടുക്കാം, അതിൻ്റെ കൂടെ ഈ സാലഡും കൂടെ വെച്ചിട്ട് അടിപൊളി. നല്ല ചൂടാണ് നമുക്ക് പൊള്ളി. ശരി, നമുക്കിത് വേഗം ഫിനിഷ് ചെയ്യാം. ബിരിയാണി ഒക്കെ ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളി ബിരിയാണി, ഒന്നും പറയാനില്ല. ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചിക്കന്റെ ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് റൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം. അപ്പൊ അതൊക്കെ എന്തൊക്കെയാ നമുക്ക് ആലോചിച്ച് തീരുമാനമാക്കാം. അങ്ങനെ ലഞ്ചിന്റെ സമയമായി. അപ്പൊ ഞങ്ങൾ എന്ത് ബിരിയാണി വാങ്ങണം എന്നുള്ള ഡിസ്കഷനിലാണ്. എനിക്ക് ചെമ്മീന്റെ ബിരിയാണി വേണം, എനിക്ക് കടക്ക ബിരിയാണി, എനിക്ക് ബീഫിന്റെ ബിരിയാണി. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓർഡർ ചെയ്യാം. ശ്രീ ചാനൽ തുടങ്ങിയപ്പോ ആദ്യം പറയണ്ടോ ചെമ്മീൻ ബിരിയാണി ഒന്ന് കഴിക്കണം. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി എത്ര അടിപൊളിയാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതുവരെ കഴിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി അതാട്ടോ. ഞാൻ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ബിരിയാണി. പ്രോൺസ് ബിരിയാണി ഓക്കെ. ചാമി കടുക്ക ബിരിയാണി മാത്രം കിട്ടുന്നില്ല കേട്ടോ. കിട്ടി എനിക്കുള്ളത് കിട്ടി. സീസൺ അല്ലായിട്ട് കിട്ടാത്തത് കിഴി ബിരിയാണി ഉണ്ട്, വേണോ? അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ചെമ്മീന്, ഇവക്ക് ബീഫ് ബിരിയാണി, അത് കിഴി ബിരിയാണി. ഓക്കെ, ഞങ്ങൾ എല്ലാരും ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്റത് കിഴി ബിരിയാണി ഇട്ടത് എങ്ങനെയാണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഇന്റത് ഇതാ ബീഫ് ബിരിയാണിയാണ്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇതാ ഗൈസ് എന്റെ ചെമ്മീൻ ബിരിയാണി. പുറത്ത് ചെമ്മീനൊന്നും കാണുന്നില്ല, നമുക്ക് എന്തായാലും പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചെമ്മീനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചാമി. തുറന്നു നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല ഞാൻ മനസ്സ് കണ്ട അതേ ബിരിയാണി. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടതാണോ? കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടതാണ്. നമുക്ക് വേഗം കഴിക്കാല്ലോ, എന്നാലും നമുക്കിനി ലഞ്ച് കഴിക്കാം. രാവിലെ ബിരിയാണി തിന്നോണ്ട് തന്നെ വയറ് ഫുള്ളാണ്. പക്ഷെ നമുക്കൊന്ന് കഴിച്ചോ. കിഴി ബിരിയാണി ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ലോ. കിഴി ബിരിയാണി ഒക്കെ കണ്ടപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്റെ ടേസ്റ്റ് ഒരു പക്ഷെ കുരുമുളകിന്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ. എനിക്ക് ഇഷ്ടമായി, ഇതാണ് ടേസ്റ്റ് ഉണ്ട്. മുഴുവൻ കഴിച്ചെടുത്തിട്ട് എണീറ്റാ മതി. ഗൈസ് ദാ ഒരു ചെമ്മീൻ എടുക്കുക, കുറച്ച് ചോറ് എടുക്കുക, ഇങ്ങനെ. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. കുറച്ചൊരു എരിവുണ്ട് കുരുമുളകിന്റെ, അത്രയല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പൊ കുറച്ച് സാലഡ് ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. ഞാൻ ആകെ കുടുങ്ങി. ഇത് ടേസ്റ്റും ഇല്ല, എനിക്ക് തിന്നിട്ട് ഇറങ്ങുന്നുമില്ല. നല്ല കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ലഞ്ച് ഫിനിഷ് ചെയ്യാം. ഇനി രാത്രി ബിരിയാണി തിന്നുന്ന ആലോചിക്കാൻ പോലും പറ്റില്ല.
ബിരിയാണിന്റെ വല്ല സ്മൂത്തി പോലെ തന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണി സ്മൂത്തി അല്ല ഞാൻ പറഞ്ഞത്. ആ പേരുള്ള അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അതാണ് ഈ കുഴപ്പമില്ല. അല്ലെങ്കിൽ ബിരിയാണിന്റെ കൂടെ കഴിക്കുന്ന കട്ടൻ ചായ എനിക്ക് കുഴപ്പമില്ല. അതിന് സുലൈമാനി അങ്ങനെയൊക്കെയാണ് കുഴപ്പം. ബിരിയാണി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗൈസ് അങ്ങനെ ഈവനിങ് ആയി, നമ്മളൊരു കട്ടൻ ചായ കുടിക്കുകയാണ്. കാര്യം ഉച്ചത്തെ ഭക്ഷണം കഴിച്ചതോടെ തന്നെ ഞങ്ങൾക്ക് വയറ് ഭയങ്കരമായിട്ട് ഫുള്ളായി. ഇനിയിപ്പോ രാത്രിയിൽ ഒരു ബിരിയാണി എന്നും കൂടെ പറയുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഒരൊറ്റ ബിരിയാണി വാങ്ങിയിട്ട് അത് 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് രാത്രിയത്തേക്ക് ചിക്കൻ 65 ബിരിയാണി വാങ്ങാം. വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചിക്കൻ 65 ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഡിന്നറിലെ ചിക്കൻ 65 ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. 65 ഉണ്ടോ ഗൈസ്? ഞങ്ങൾക്ക് ഇതന്നെ മതി, ഇതന്നെ കൂടുതലാണ്. ഇനി നമുക്ക് അടുത്ത പ്ലേറ്റിലേക്ക് ഇടാം. 4 പീസ് ഉണ്ട് ഇതില്. ആർക്കാ 2 പീസ് വേണ്ടേ? സാലഡ് വേണം, പക്ഷെ സാലഡ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. 5 സാലഡ് വേണോ? വേണ്ട. അങ്ങനെ ഞങ്ങൾ ഡിന്നർ എടുത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി കേട്ടോ, ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ. അപ്പൊ നമുക്ക് പോയിന്ന് കഴിക്കാം. പക്ഷേ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ ഉച്ചത്തെ തിന്ന ബിരിയാണിയെക്കാട്ടും പൊരിച്ച ചിക്കൻ തന്നെയല്ലോ. ഇത് 2-3 ബിരിയാണി തീർന്നു. അത്ര മതി. ഓൾറെഡി നല്ല വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് എന്തായാലും ബിരിയാണി ഒരാഴ്ച പോയിട്ട് ആലോചിക്ക് പോലും ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഞങ്ങളിന്ന് 2-3 ടൈപ്പ് വെറൈറ്റി ബിരിയാണി ഞങ്ങൾ ട്രൈ ചെയ്തു. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാവിലെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് കഴിച്ച ബിരിയാണിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാന്നുള്ള എന്തായാലും നേരെ കമന്റ് ബോക്സിൽ പറയാം. ഇന്ന് ഫുള്ള് ബിരിയാണി കഴിച്ചോണ്ട് തന്നെ ഞങ്ങൾ ഒരു സ്നാക്സ് കഴിച്ചിട്ടില്ല. കട്ടൻ ചായ കുടിച്ച് പിന്നെ ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. Signing off.